അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കാണാൻ വന്ന വ്യക്തിയുടെ വീടിൻ്റെ മുമ്പിൽ ഇത് പണ്ട് ഉരുൾപൊട്ടി പോയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതുണ്ട് താഴോട്ട് മണ്ണൊലിച്ച് പോയത്. നമ്മളിപ്പോൾ കയറി വന്ന ആ തേയിലത്തോട്ടത്തിൽ കൂടിയാണ് അന്നും വഴിയുള്ളത്. പക്ഷെ അതിനു മുമ്പ് ഇതിലേക്ക് ആൾതാമസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇത്രയും പ്രദേശത്തേക്ക് ഈ പാറയെല്ലാം വന്ന് വീഴുമായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ പോയ ചൂരൽമലയിൽ കഴിഞ്ഞ വർഷം ആ ദുരന്തം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇതായിരുന്നു ഏറ്റവും വലിയ ദുരന്തമായിട്ട് നമ്മൾ കരുതിയിരുന്നത്. ഈ മലകളുടെയൊക്കെ മുകളിൽ ഈ പാറയുടെ മുകളിൽ നിൽക്കുന്ന മണ്ണ് അതുപോലത്തെ കട്ടി കുറഞ്ഞ മണ്ണാണ്. ഞാനോർത്ത് ഇവിടെ വെട്ടുകല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. ഇവിടെ ഒന്നും കട്ടിയില്ലാത്ത മണ്ണാണ്. അത് വലിയ സമ്മർദ്ദം വരുമ്പോൾ, വെള്ളത്തിൻ്റെ വലിയ ഒഴുക്ക് വരുമ്പോഴത്തേക്കും അത് ഇടിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ സംഭവിച്ചതാണ്. ഇത് കണ്ട് ഇവിടെ കുളയിക്കൂട് ഉണ്ട് ആ മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ തിരിച്ചു പോകണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുവാണ്. പുള്ളിനെ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം. പുള്ളി അവിടെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റില്ല എങ്കിൽ ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ കാണുമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഈ ടാറിങ്ങിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കാണും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. രാവിലെ ഈ ഭാഗത്ത് കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പം വേറെ വല്ലവരും വന്ന് എല്ലായിടത്തോട്ടുമൊക്കെ കയറി പോയോയെന്നറിയില്ല. ഏതൊക്കെയാലും പ്ലംബിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേളിൽ വല്ലതും പണിക്ക് പോയതാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇതാണ് പുത്തുമല. അപ്പോൾ ഇവിടെ പ്ലാന്റേഷനൊക്കെ നടക്കുകയാണ്. ഏലം പ്ലാന്റേഷനാണ്. അപ്പോൾ ഏലത്തിന് തിരി വീഴുന്ന സമയമാണ്. അതുകൊണ്ട് അവർ നന്നായിട്ട് നനച്ചു കൊടുക്കുന്ന സമയമാണ്. എല്ലായിടത്തും സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫെൻസിങ്ങൊക്കെ ഇട്ട് പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പം ശരിക്കും വയനാടിൻ്റെ ഒരു ഉൾപ്രദേശത്താണ് ഞാനുള്ളത്. ഒരു 3 കിലോമീറ്ററോളം ഉള്ളിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രീകുമാറേട്ടൻ്റെ വീടാണ്. ഇതേണ്ട ആ താഴെ കാണുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവരും ചെഗ്വേര എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ്റെ വീടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ വന്നതാണ്, ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. കുഞ്ഞി കേട്ടോ, പിന്നെ വാല് താത്തിയിട്ടെ. പിന്നെ വാല് താത്തിയിട്ടെ ഇങ്ങോട്ട് വന്നേ. അത് ശരി. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. താഴെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമ്മൾ അനുവാദം ഇല്ലാതെ ആ വീട്ടിൽ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് നേരം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വാ. അദ്ദേഹത്തെ വെളിയിൽ കണ്ടില്ലെന്നാണ് ഇവിടുത്തെ മേളിലുള്ള ചേട്ടായി പറഞ്ഞത്. അപ്പോൾ അവരുടെ വീടാണ് മേളത്തെ, ചേട്ടായിയുടെ വീടാണ് മേളിൽ. ചേട്ടായി ഏലത്തിന് നനയ്ക്കലൊക്കെ നടത്തുകയാണ്. ഇങ്ങ് പോര്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിനെയാണ് ഞാനിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീകുമാറേട്ടനാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് മുണ്ടക്കൈയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുമ്പേ കാണിച്ച വലിയ മലയുടെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടി വരുമ്പോൾ ഇവിടെ ഒറ്റയ്ക്കൊരാൾ നിൽക്കുന്നതും അപ്പുറത്തുനിന്ന് വീഡിയോഗ്രാഫർമാർ വീഡിയോ എടുത്തിട്ട് വിളിക്കുന്ന ഒരു സീനുണ്ട്. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആ വീഡിയോഗ്രാഫറുടെ അടുത്ത് നിന്ന് ഒരാൾ പറയുന്നുണ്ട്, അവിടെ ഒരാളുണ്ട്, അയാളെ എത്ര ഞങ്ങൾ വിളിച്ചിട്ടും ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല എന്ന്. ഈ
ഈ നിങ്ങൾ കാണുന്ന ഈ സ്ഥലം അത് പറയുമ്പോൾ എൻ്റെ രോമമെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം അത്രയ്ക്ക് വൈകാരികമായ ഒരു രംഗമായിരുന്നു അത്. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ മുകളിൽ ആന വരുന്ന സ്ഥലമാണ്. ബാക്കി എല്ലാ ആളുകളും ഇവിടുന്ന് ഉരുൾ പൊട്ടിയപ്പോൾ തന്നെ ഓടിയെങ്കിലും ഈ സ്വന്തം സ്ഥലം, ജീവിച്ച സ്ഥലം വിട്ട് ഈ മനുഷ്യൻ പോയില്ല. ഈ ഭാഗത്തെങ്ങാണ്ട് നിന്നാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത്. അല്ലേ, ഈ പാലത്തിൻ്റെ ഈ സൈഡിലെങ്ങാണ്ടല്ലേ നിൽക്കുന്നത്, എന്നിട്ട് അങ്ങോട്ട് നോക്കി അവരോട് സംസാരിക്കുന്നത്. അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനത്തെ വൈകാരികമായ കുറേ സ്ഥലങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടി എന്നാ പണിയടി കാണിച്ചാൽ അവിടെ പോകണ്ട എടി. അവിടെ ഇഷ്ടമുള്ള സ്ഥലത്താണുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തു തരും. അതെ, അപ്പൊ ഈ ചെറിയ കുട്ടികൾ നമ്മൾ ഇഷ്ടപ്പെട്ട കുട്ടി നമ്മൾ മേത്ത്. അതെ അതെ, ഉണ്ണിമൂത്രം പുണ്യമൂത്രം. അതെ, അത് എനിക്കുണ്ട് സാർ. കാരണം ഈ ഉരുള് പൊട്ടിയ സമയത്ത് എന്നെ സാറേന്ന് വിളിക്കരുത്, അനിയാന്ന് വല്ലതും വിളിക്കുക. ഈ ഉരുള് പൊട്ടിയ സമയത്ത് എനിക്ക് ഈ നമ്മൾ മൂത്രം നടക്കാൻ മൂത്രം ഒഴിക്കാൻ മടിയായിരുന്നു. കാരണം സ്ഥലം പരിശുദ്ധമായിരിക്കുന്നു. സകല കളങ്കങ്ങളും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു മരുഭൂമി പോലെ ആയിരിക്കുന്നു. മരിച്ചവരുടെ ബോഡി കിട്ടാത്തതുണ്ട്. ആർത്തലച്ച് വീണ് നിലവിളികളുണ്ട്. അപ്പൊ നമ്മൾ ഈ മൂത്രം ഒഴിക്കാൻ വരെ നമ്മളിപ്പോ ഒരു ശവപ്പറമ്പിൽ പോയാൽ നമുക്ക് മൂത്രം ഇല്ല. ആ ശവപ്പറമ്പ് വിട്ടിറങ്ങണം. അതെ 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 അതെ, എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ വെളിയിൽ ഇറങ്ങി മൂത്രം. ആ ഒരവസ്ഥയായിരുന്നു ഇവിടെ കുറെ കാലം. അപ്പൊ പ്രകൃതി നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ മൂത്രമൊഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ വീട്ടിലൊന്ന് മൂത്രമൊഴിക്കും. എത്ര ദൂരം ഉണ്ടെങ്കിലും തിരിച്ചു വരും. അങ്ങനെ ഞാനൊരു 6 മാസം അങ്ങനെ 6 മാസത്തോളം 6 മാസം, ഒരു കൊല്ലത്തോളം ഞാൻ അങ്ങനെ പോയി. അതായത് വേനൽക്കാലം പോയി, പിറ്റത്തെ മഴക്കാലം വന്നു, പിറ്റത്തെ വേനൽക്കാലമായപ്പം ഈ മരപ്പട്ടി എന്തോ ഈ സ്ഥലത്ത് വന്നിട്ട് വിസർജിച്ച് വെച്ചില്ല. അപ്പൊ പ്രകൃതി ആ പൊല മുറിക്കുകയാണ്. ഈ പൊല മുറിക്കുന്ന ഉണ്ട്. നമ്മൾ 13 ദിവസം കഞ്ഞി പൊല മുറിക്കുക. അപ്പൊ ആ അനുഭവം എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് മൂത്രമൊഴിക്കാൻ പ്രശ്നമില്ല. ഇവ മൂത്രമൊഴിച്ചല്ലോ. അതെ അതെ, ഇവ നമുക്ക് അതെ, എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിലുള്ളതല്ലേ. നമ്മളും അതിൽപ്പെട്ട ഒരു ജീവജാലം എന്നുള്ളതിൽ ഒരു അംഗം മാത്രമാണ്. ഈ 10-15 മാസം പോലെ കണ്ടിറങ്ങി പിന്നെ ഞാൻ മൂത്രമൊഴിക്കാൻ തുടങ്ങി. അത് ശരി, അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതെ 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 അതെ. അപ്പൊ നിങ്ങളെപ്പോലത്തെ 2-3 കൂട്ടുകാരും കൂടി ഉണ്ട് എനിക്ക്. ദിൽഷാദ് യാത്രാ ടുഡേ ഇവിടെ വന്നില്ലേ? ദിൽഷാദ് ആണ് ഈ ചാനൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ആൾ. അദ്ദേഹം പോയിട്ട് ഇപ്പം ആഫ്രിക്കയിൽ 11 കിണറുകൾ കുത്തി. വീഡിയോ കണ്ടായിരുന്നോ? എനിക്ക് ഫോണൊന്നുമില്ല, ഇത് എൻ്റെ സഹയാത്രിയുടെ ഫോണാണ്. അത് ശരി. അപ്പോൾ 11 കിണറുകൾ കുത്തിയിട്ട് അദ്ദേഹം ഇപ്പം വേറെ ഏതോ വിദേശ രാജ്യത്താണ്. ആഫ്രിക്കയിൽ ആദ്യം ബുള്ളറ്റിൽ പോയായിരുന്നു. ഇവിടെ താറിലല്ലേ വന്നത്. താറിൽ വരുന്ന സമയത്ത് തന്നെയാണ് കോട്ടയത്തെത്തിയത്. കോട്ടയത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റി. നല്ലൊരു മനുഷ്യനാണ്. കാരണം അയാൾ ബുള്ളറ്റിൽ ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന സമയത്തും ആണ് എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളൊരു മനസ്സ് തോന്നി തുടങ്ങിയത്. ഞാൻ സൈക്കിളിൽ ബുള്ളറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വില വരുന്നുള്ളൂ. അതെ, അല്ല, എൻ്റെ സൈക്കിൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. താഴെ അങ്ങ് നമ്മുടെ സിപ്ലൈൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. കാരണം തള്ളി കയറ്റിക്കൊണ്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഏകദേശം ഒരു 48 കിലോ വെയിറ്റ് അവത്തലുണ്ട്. ഇവിടെ കൂടാണ് പ്രധാനം, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കൂടാ. അതുകൂടാതെ എൻ്റെ അത്യാവശ്യം ഭക്ഷണം വല്ലതും പാകം ചെയ്യാനുള്ള ചെറിയൊരു സ്റ്റൗവ്, പിന്നെ എൻ്റെ ഉടുപ്പുകൾ, കാര്യങ്ങൾ, പിന്നെ ടെൻറ്റ്. വീട്ടുകാർക്ക് കുഴപ്പമില്ലാത്ത ഒരു രീതി ആയതുകൊണ്ട് മാത്രമാണ്. വഴക്കുണ്ട്, അതുണ്ടാവുമല്ലോ. എന്നാലും നമ്മൾ ജീവിതത്തിൽ എനിക്കൊരു നേട്ടം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതം നമ്മുടെതാ. അതെ. അപ്പം നമ്മള് അച്ഛനും അമ്മയും നമ്മളെ ഇവിടെ വരാൻ ഒരു ഘടകമായി ഉള്ളൂ. അതെ. അതെന്നറിയോ, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ, അതായത് നമ്മളെ വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിലും മെയിൻ പ്രശ്നം എന്താ അറിയോ? പിന്നെ ലീഗൽ ഉപദേഷ്ടാവില്ല. സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമേ ലീഗൽ. മെയിൻ പ്രശ്നം എനിക്ക് അനിയനോട് അതാ പറയുന്നത്. ഒറ്റമൂല, നമ്മളൊരു രോഗത്തിന് ഒറ്റമൂല ഉണ്ടാവും. അതിന് ഈ സംഭവം, ഈ സംഘർഷത്തിന്റെ ഒറ്റമൂലയാണ് ഞാൻ പങ്കുവെക്കുന്നത്. നമുക്ക് ലീഗൽ ഉപദേഷ്ടാവില്ല.
ഉണ്ടെങ്കിൽ തന്നെ അവൻ ഊമയാണ്. ശമ്പളം മേടിക്കാൻ മിണ്ടായിരിക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പം ഈ ഒരു വീഡിയോയിലും പറയാൻ പറ്റാത്ത, പറയാൻ ആഗ്രഹിച്ച എങ്കിലും പറയാൻ ഒളിപ്പിച്ചു വെച്ച 2 കാര്യങ്ങൾ ഒന്നാണിത്. പിന്നെ ഒന്നും കൂടി പറയാനുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് അവിടെ പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയ സന്തോഷം. അപ്പം ഇവിടെ വിഷയം എന്താ പറയുക, ഈ ലീഗൽ ഉപദേഷ്ടാവ് മനഃപൂർവ്വം നിശബ്ദനാകുന്ന. കാരണം ഇവിടെ കൊലപാതകം നടക്കണം, ഇവിടെ ബലാത്സംഗം നടക്കണം, ഇവിടെ കൊള്ള നടക്കണം, ഇവിടെ മയക്കുമരുന്ന് നടക്കണം, ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ പാടില്ല, ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ നാട് കുട്ടിച്ചോറാക്കണം. അതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഇവൻ മിണ്ടാതിരിക്കുന്നത്. ഇനി ഇവൻ മിണ്ടാതിരിക്കുള്ളൂ. ഇനി പറയുന്നവരുടെ പേരിൽ കേസ് വരും. കേസ് വന്നോട്ടെ, ഇനിയും കേസ് എടുത്തോട്ടെ, തലയെടുത്താലും വേണ്ട, കേസ് എടുത്താലും എന്തെടുത്താലും നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് തലയെടുക്കുന്ന പറഞ്ഞത് 6000-ഓളം അടികൾ കിട്ടിയപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതങ്ങ് ചിന്തിക്കണം. അപ്പൊ അതാണ് നോക്കട്ടെ. കൂടപ്പുറപ്പൊന്നും പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ പോലത്തെ ഒരു വ്യക്തിയെ എനിക്ക് അയാളെ പറയാൻ പറ്റും. നിങ്ങളെ പോലത്തെ ഒരാൾ പേര് പറയരുതെന്നാ പറഞ്ഞത്. പറയണ്ട പേര് പറയണം. ഇല്ല, ഒരാള് നമ്മളോട് വിശ്വാസത്തിന്റെ പേരിലായിരിക്കും പേര് നിങ്ങളുടെ ഇഷ്ടം. പേര് പറയണ്ട. ഇവൻ ചെയ്ത പണി എന്താ അറിയോ, 28 ദിവസം 560 ആൾക്കാർക്ക്, ഞാൻ ചിന്തിക്കണം, 560 ആൾക്കാർക്ക് 28 ദിവസം ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്തിട്ട് അവസാനം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പം GHS മേപ്പാടിൻ്റെ സെപ്റ്റി ടാങ്ക് കോരി വൃത്തിയാക്കിയിട്ടാണ് പോയത്. ചിന്തിക്കണം. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പറഞ്ഞോട്ടെ വെച്ചു. അപ്പം ഇതും പറയരുതെന്നാണ്. ഇതും ഞാൻ, പക്ഷെ ഇതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കിപ്പോൾ 6 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് എന്താ പറയാ, ഒരു വിങ്ങലായിട്ട് എനിക്ക് എൻ്റെ വികാരങ്ങൾ പങ്കുവെക്കാനുള്ള എല്ലാം പങ്കുവെക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മല കയറി ഇവിടെ വന്ന് നമ്മൾ കണ്ടുമുട്ടിയോ? അല്ല, ഞാനിപ്പോ ഒന്ന് കയറി വന്നിട്ട് തിരിച്ചു പോയതാ. തിരിച്ചുപോയി താഴെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്നാ ഉറങ്ങി എഴുന്നേറ്റ് കാണിയല്ല, എന്നാ ഒന്നുകൂടെ വന്ന് നോക്കാം എന്ന് വിചാരിച്ചു വന്നതാ. അപ്പോഴാണ് മേളത്തെ കാക്കാനെ പരിചയപ്പെട്ട്. അപ്പം പറഞ്ഞ് അകത്തുണ്ട്, വർത്താനം പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇറങ്ങി ചെല്ലുന്നു പറഞ്ഞ്. അതൊക്കെയാണ് നിമിത്തങ്ങൾ. ഇനി ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ചൂട് കൂടിയിട്ടുണ്ട് നന്നായി. ചൂട് ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഉരുള് പൊട്ടിയ ഭാഗങ്ങളിൽ പാറയുടെ ചൂട് 49 ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ചൂട് ഈ 20ഉം 22ഉം ഒക്കെയാണ്. അതിപ്പോ 49 എത്തി. അപ്പൊ ഞാൻ ചിന്തിക്കണം പ്രകൃതിയുടെ വ്യത്യാസങ്ങൾ എത്രത്തോളം വന്നു. അതായത് കോഴിക്കോട് 30-35 ഡിഗ്രി ചൂട് അനുഭവപ്പെടുന്നത് 5-8 വർഷം 10, 12, 15 വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് ഏറ്റവും വലിയ ചൂട് 30-33 ഡിഗ്രി സെൽഷ്യസ്. അതിപ്പോ ഇവിടെയായി. പ്രകൃതി മൊത്തം മാറി. മൊത്തം വൻമാറ്റങ്ങൾക്കോ ഇപ്പൊ ഞാൻ പറഞ്ഞ വൻമാറ്റങ്ങളാണ്. പക്ഷെ നിസ്സാരമാണ് എന്ന് കരുതുന്നത് നിസ്സാരമാണ് താനും എന്ന് കരുതുന്നുണ്ട്, എന്ന് കരുതുകയും ചെയ്യാണ്. അത് നമ്മളെ ഇനിയും അങ്ങനെ കരുതുള്ളൂ. പക്ഷെ അത് നിസ്സാരമല്ല. എന്നാൽ നിസ്സാരമാണ്, വലിയൊരു ദുരന്തത്തിലേക്കാണ് അത് പോകുന്നത്. അതെ, നിസ്സാരമാണ് താനും, എന്നാൽ അത് അപാരമാണ്. ഇപ്പം അനിയൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബിലോങ് ദ സീ ലെവൽ, കടലിനെക്കാട്ടും 4000 അടി ഉയരത്തിൽ. അപ്പൊ ഈ മലേന്റെ മുകളിൽ നിൽക്കുകയാണ്. ശരിക്ക് സൂര്യപ്രകാശം നിങ്ങളെ മേത്ത് കിട്ടും. ഈ സൂര്യൻ അസ്തമിക്കുന്നില്ല, ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച്. അപ്പൊ ഈ ഭൂമി ഭ്രമണം ചെയ്യുന്നതനുസരിച്ച് വെയില് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ വെയില് നേരെ നിങ്ങളുടെ ശരീരത്തിൽ പോകുന്ന സൂചിപ്പാറ, നീലഗിരി മലനിരകളിലേക്ക് വളരെ സ്ലോവിലാണ്. നമ്മളിപ്പോ സൂര്യനെ നോക്കി നമുക്ക് മടുക്കും, ഇത് അനങ്ങുന്നില്ല, അനങ്ങാതെ നിൽക്കുക. പക്ഷെ ഇപ്പം പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വെയില് സൂചിപ്പാറ, നീലഗിരി മലനിരകളിലേക്കും അവിടെ നിന്ന് നേരെ ചന്ദ്രോപരിതലത്തിലേക്കാവും റിഫ്ലക്ഷൻ. അതാ മനസ്സിലാക്കണ്ടേ, ചന്ദ്രോപരിതലത്തിലേക്ക്. എത്ര സാവധാനാണ്, എന്നാൽ എത്ര ഭയാനകമായ അപാരതയിലേക്കാണ് പോകുന്നത്. അപ്പം അതേപോലെ 1 മില്ലിമീറ്റർ ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം നിങ്ങൾക്കറിയോ, ഇന്നലെയൊക്കെ എനിക്ക് ആത്മഹത്യ ചെയ്തോളാൻ തോന്നുക. സഞ്ചാരം എടുക്കുക, അത്രയും ചൂട്. പിന്നെ ക്രമാതീതമായി ഞാൻ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞു, സാറേ വനം ക്രമാതീതമായി ചൂടാകുന്നുണ്ട്.
ഈ ചൂടിന്റെ കാരണം എനിക്ക് തോന്നുന്നു പറയാം, നിങ്ങളുടെ ടൗണിന്റെ ചൂട് വനം വലിക്കുന്നു. അതെ അതെ, അത് തീർച്ചയായിട്ടും. ഇങ്ങോട്ട് വലിക്കുന്നു. കാരണം വാഹനങ്ങൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കർശനമല്ലേ. ഇങ്ങോട്ട് വലിക്കുക. അതെ, പിന്നെ അതിന്റെ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത്, ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നത്, പുകയും പൊടിയും പൊല്യൂഷനും കാർബണും എല്ലാം കൂടി വനം വലിക്കുന്നുണ്ട് പറഞ്ഞു. ഉണ്ടാവും. ഈ സൂര്യൻ എനിക്ക് കുറെ 4-5 വർഷം മുന്നേ കിട്ടിയിരുന്നു. പക്ഷെ ഇത് ഇക്കൊല്ലം നല്ല പിടിക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് മഴയും പിടിക്കും. കാലാവസ്ഥ ചൂട് കൂടിയാൽ അതിനനുസരിച്ച് ബാഷ്പീകരണം നടക്കുമല്ലോ. ആൾക്കാർ ബാക്കിയാക്കും. ആ പ്രകൃതി അതങ്ങനെയുണ്ട്. നിങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്നത് പ്രകൃതി അതെ തീരുമാനം. അതെ അതെ, തീർച്ചയായിട്ടും. അതല്ലേ നമ്മളൊന്ന് കണ്ടുമുട്ടില്ല. ഇല്ല ഇല്ല, ഞാനവിടെ ചാടിപ്പോയി നിങ്ങളുടെ മുന്നിൽ. ഞാൻ എങ്ങനെ എൻ്റെ യാത്രയിൽ ഇതുപോലുള്ള പല വ്യക്തികളെയും അവിചാരിതമായിട്ട് അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ മനാഫിക്ക. മനാഫിനെ കാണാം. അയാളോട് എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിക്കട്ടോ. എനിക്ക് അയാളെ നേർക്ക് കാണാൻ പറ്റി. കഴിഞ്ഞ അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോഴത്തെ ഇവിടെയാണ് നമ്മൾ, ശ്രീകുമാരേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതാ വള്ളിച്ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ അദ്ദേഹം തോട്ടങ്ങളിലൊക്കെ പ്ലംബിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സഹായം എന്ന രീതിയിലാണ്. പിന്നെ ഈ കാണുന്ന ഒരു 3 ഏക്കർ സ്ഥലത്തോളം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു കുടയുടെ മുകളിൽ പുല്ലൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്ന ഒരു ഇത്. ഇവിടെ വരുമ്പോഴത്തേനും നമുക്കൊരു നല്ല ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതായത് നല്ല തണുപ്പാണ്. ഒരു ക്ലൈമറ്റിന് എത്ര ചേഞ്ച് വന്നാലും ഇവിടെ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് സുഖമുള്ള ഒരു സംഭവമാണ് ഇവിടെ. ഇത് കണ്ടോ, ഒരു പേരമരത്തിൻ്റെ മുകളിൽ ഒരു സുസുക്കി ബൈക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. കയറി വരുന്ന എൻട്രൻസിലാണ്, വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സുസുക്കിയുടെ പഴയ വണ്ടിയാണ്. മേഘാലയ, ശ്രീനഗർ, ഹിമാചൽ പ്രദേശ്, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ്, മൈസൂർ, തിരുപ്പൂർ, ത്രിപുര, കന്യാകുമാരി, ജമ്മു കാശ്മീർ റേസിംഗ് ആൻഡ് ഓഫ് റോഡ് ഫിറ്റേഴ്സ്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ എൻട്രൻസ് പോയിൻ്റ്. പിന്നെ ഇവിടെ ഒരു കാഴ്ച കാണിച്ചു. ഇവിടെ ആന വന്ന് ചവിട്ടിയ ഒരു സ്ഥലം. ഇതൊക്കെ ആന ചവിട്ടി താന്ന മണ്ണാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ആന ചവിട്ടിയ കാൽപ്പാടുകളാണ് ഇവിടെയുള്ളത്. പിന്നത്തെ ഇതിൻ്റെ അകത്ത് കുഞ്ഞു മീനുകളെയൊക്കെ വളർത്തുന്നുണ്ട്. ഒരു ടാങ്ക് മണ്ണിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. മണ്ണിൽ ഇറക്കിയിട്ടാൽ അതിൻ്റെ പ്രകൃതിയുടെ ആ ഒരു സുഖം കിട്ടും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. പക്ഷെ അത് കയറ്റിയിട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സുമറാണി എസ്റ്റേറ്റ്, വൈൽഡ് 9000. അപ്പോഴത്തെ ഇവിടെയൊക്കെ പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിത രീതിയിലാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്ന് കിട്ടുന്ന കുപ്പികളാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഒരു ചെഗ്വേര ഫാനാണ് അദ്ദേഹം. ഈ കറണ്ടിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്ന എവിടെയാ? താഴെയാണോ കറണ്ടിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്? ഏറ്റവും താഴെയാ? ആണോ? ഇപ്പോൾ ഓഹോ, ആ ഇതല്ലേ ഇപ്പോൾ വർക്കിംഗ് ആണോ? അത് അല്ല ആണോ? ആ ശരി. ആ ഓക്കെ ഓക്കെ. ആ പ്രഷർ കുറവല്ലേ, അതുകൊണ്ട് കറക്റ്റ് വോൾട്ടേജ് കിട്ടിയല്ല.
ഇതാണ് ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ കറണ്ടായി അല്ലേ? മുമ്പ് കറണ്ടിൻ്റെ സിസ്റ്റം ചെയ്തിരുന്നതാണ് കേട്ടോ. മഴക്കാലത്ത് എടുക്കും. ഓ അത് ശരി. അന്നേരത്തിനാണല്ലോ എപ്പോഴും കറണ്ട് പോകുന്ന നോക്കിയല്ലേ? മഴക്കാലത്ത് വെയിലുണ്ടാവില്ലല്ലോ. ഇല്ലില്ല. അപ്പൊ ഇപ്പോൾ സോളാറല്ല. അപ്പൊ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ 2 പാനലല്ലേ? ശരി. അതിലെ ഓടുന്നേ. മഴക്കാലം ആകുമ്പോൾ ഇത് വർക്ക് ചെയ്യും. അത് ശരി. അപ്പൊ അവിടെ ഡാം നല്ല പ്രഷർ കിട്ടും. ഓക്കെ ഓഫ് ചെയ്തു. ഇപ്പം എല്ലായിടത്തോട്ടും എല്ലാവരും വെള്ളം എടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ഇതും കുറവാ അല്ലേ? ഇപ്പൊ വേനലായോണ്ട് പുഴയില് വെള്ളം കുറവാ. അപ്പോൾ കുഞ്ഞി ഇതിലെ പാഞ്ഞ് നടക്കുകയാണ്. അവള് എല്ലാ ചെടിയൊക്കെ മണത്ത് പൂവൊക്കെ മണത്ത്. അല്ല കുഞ്ഞി, അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട് വിളിക്കുന്നു. ചെല്ല് ഇങ്ങോട്ട് വാ. അവൾ ആ പൂച്ചയുടെ മണവും പിടിച്ച് നടക്കുക. കുഞ്ഞിപ്പെണ്ണേ, എന്താ അറിയോ? കുഞ്ഞിപ്പെണ്ണ അറിയോ? എന്താ കഴിച്ച രാവിലെ? പറയേ. രാവിലെ ഇത് ഹോർലിക്സ് ഒഴിച്ച് പാല് കുടിച്ചെന്ന് പറ. ഇതൊരു തേനീച്ചക്കൂടാണ് കേട്ടോ. ഇതുണ്ടോ? ചെറുതേൻ്റെ കൂടാണ്. ഇവിടെ എന്താ പറയാ, പശ്ചിമഘട്ട നിത്യഹരിത നിബിഡവനങ്ങളായ ശൈത്യമേഖല, മഴ പെയ്യും കാടുകൾ. ഇപ്പോഴത്തെ ഏറ്റവും ഇപ്പൊ തണുപ്പാണ്. ഞാൻ വെയിൽ നിൽക്കണേ, തണുക്കുന്നുണ്ട് എനിക്ക്. പക്ഷേ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വെയിലുമാണ്, നല്ല ചൂടുമാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറിയാൽ നല്ല ചൂടാണ്. അപ്പൊ ഇവിടുന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് 1.5 ഇറങ്ങൂല. നമുക്ക് ഈ ക്ലൈമറ്റ് ആണ് ഇഷ്ടം അല്ലേ? 1.5 ഒരു 3, 5, 6 കിലോമീറ്റർ വരെ നമുക്ക് ഇത് പിടിക്കാം. അത് കഴിഞ്ഞാൽ അല്ലല്ല ഇപ്പം താഴോട്ട് നിങ്ങൾ പോകാത്തോണ്ടാ. എന്നാൽ കുറച്ച് സമാനുണ്ട്, അവിടുന്ന് വിട്ടുപോകും. കാരണം നമ്മുടെ ഈ തേയിലത്തോട്ടം കഴിഞ്ഞുള്ള റോഡിലോട്ട് എത്തിക്കഴിയുമ്പോൾ ചൂട് ഭയങ്കരമാണ്. കാരണം ഇന്നലെ ഞാൻ ആ ചൂടത്തൂടെ സൈക്കിൾ തള്ളി കയറി പോയവനാണ്. അതിനെന്താ അറിയോ, അറിയില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോ ഒരു 6 കിലോമീറ്റർ, 6 അല്ല ശരിക്കും, 6 അല്ല ഇത്, എന്നാലും പറയാനോ ഒരു 6 കിലോമീറ്റർ നമുക്ക് ഇത് ഉണ്ട്. ഇതിന്റെ വലയുണ്ട്. അതായത് ഈ മലകളുടെ ചുറ്റ് ഈ 6 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ കാറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് കയറുന്നില്ലാത്തതുകൊണ്ട് ഉള്ള ഒരു പ്രത്യേകത. പിന്നെ 1 സൈഡല്ലേ ഓപ്പണിംഗ് ഉള്ളൂ. ഈ വലിയ മലനിരകൾക്ക് ഓപ്പണിംഗ് ആയിട്ട് ആ തേയിലത്തോട്ടത്തിന്റെ ആ സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുമല്ല, വേറെ എന്താ പറയാ, എനിക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ 6 കിലോമീറ്റർ നമ്മുടെ ജന്മദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജന്മദേശം പിന്നെ അമ്മയുടെ മുലപ്പാല്, പച്ചവെള്ളം, വെയിൽ, അങ്ങനെയൊക്കെ ഒരു തനിമയുണ്ട്. ഈ തനിമയിൽ നമ്മൾക്ക് ആ തനിമ നമ്മളെ എന്താ പറയാ, ജീവൻ ഓട്ടോമാറ്റിക്കായിട്ട് നിലനിർത്തുന്നുണ്ട്. ഓട്ടോമാറ്റിക്കൽ. ഇപ്പൊ ഡോക്ടർ നിങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, സമ്മതിച്ചു. നിങ്ങൾ വാക്സിൻ തരുന്നുണ്ട്, മരുന്ന് തരുന്നുണ്ട്, മുറി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നാച്ചുറൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓട്ടോമാറ്റിക്കൽ ട്രീറ്റിങ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഫംഗ്ഷൻ അവിടെ എന്താ ഇൻസ്പെക്ഷൻ ആകും, പഴുപ്പാകും, മരണത്തിലെത്തിക്കാം. അപ്പൊ ഈ നാച്ചുറൽ ഡോക്ടറാണത്. ഒരു നാച്ചുറൽ ഡോക്ടർ ഉണ്ട്, പ്രകൃതി. അതേപോലെ നമുക്കൊരു വലിയൊരു മനുഷ്യന് മുറി കിട്ടി, ഡോക്ടർ ചികിത്സിക്കുന്നുള്ളൂ, ഉണക്കുന്ന പ്രകൃതിയാണ്. സമയം എടുക്കുന്നുണ്ട്, സാവധാനം എടുക്കുന്നുണ്ട്, വിശ്രമം എടുക്കുന്നുണ്ട്. അതേപോലെ അപ്പൊ ഒരു 6 കിലോമീറ്റർ നമുക്ക് കുഴപ്പമില്ല. ഈ 6 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ പുക, പൊടി, പൊല്യൂഷൻ, റേഡിയേഷൻ, കാർബൺ, ഈ 5 സാധനം കൂടി നമ്മുടെ ശരീരത്തിൽ കയറും. എന്നെ സംബന്ധിച്ചോ കയറുമ്പോൾ നമുക്കൊരു മുളക് തേച്ച അവസ്ഥയാണ്. നമ്മളിപ്പം നല്ല മുളകും പൊടി മൂക്കിലും വലിച്ചു കുറച്ച് മേത്തും തേച്ചാൽ പുകച്ചെടുക്കും, ഈ അവസ്ഥ വരും. പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ഈ വനം ഫിൽട്ടർ ചെയ്യണം തന്നെ. അതാണ് പുറത്തിറങ്ങാൻ പറ്റാത്തത്. പുറത്തിറങ്ങാതിരിക്കാൻ കഴിയൂല. നമുക്ക് സാധനങ്ങൾ മേടിക്കണം, വേണ്ടപ്പെട്ട ആൾക്കാരെ കാണണം, മനുഷ്യൻ സമൂഹ ജീവിയാണ്. സമൂഹം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയും. അപ്പൊ ഞാൻ തരുന്ന പണത്തിനെക്കാട്ടും നിങ്ങൾ എനിക്ക് തരുന്ന സാധനമാണ് വരുന്നത്. നിങ്ങളിപ്പം പഞ്ചസാര ഉത്പാദിപ്പിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഞാൻ അത് തരുന്നു, വാങ്ങുന്നു. പക്ഷെ പണം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പഞ്ചസാര കൊണ്ട് ഗ്ലൂക്കോസ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ തുല്യ പ്രാധാന്യമാണ്. പിന്നെ അതിനെക്കാട്ടും വില നിങ്ങൾ തരുന്ന വസ്തുവിനാണ് അല്ലേ? ഇപ്പം ഒന്ന് പറയാം, എന്താ പറയാ, എനിക്ക് അരി വേണം, നിങ്ങളാണ് വയൽ കൃഷി ചെയ്യുന്നത്, എൻ്റെ ഈ പൈസ ഞാൻ മേടിക്കുന്നുണ്ട്.
നിങ്ങളുടെ അരി ഒരു നേരം കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ വയറ് പട്ടിണിയാവും, ക്ഷീണിക്കും, തളരും, വിശക്കും, അതെ. തളർച്ചപ്പെടും. അതെ. പക്ഷെ എൻ്റെ പണത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പണം കൊണ്ട് വിശപ്പ് മാറ്റാൻ കഴിയില്ല, പണം കൊണ്ട് രോഗവും ഭേദമാക്കാൻ ആ കഴിയും. അപ്പം ഞാൻ തരുന്നുണ്ടല്ലോ നിങ്ങൾ. അതെ അതെ പണ്ടൊക്കെ നമുക്ക് സാധനം കൊടുത്ത് സാധനം മേടിക്കാം. അതെ. പിന്നെ ബാർട്ടർ സിസ്റ്റം. പിന്നെ അതെ 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 ആ. അന്ന് അതെ നമുക്ക് ചർച്ച ചെയ്യാനേ ഉള്ളൂ സബ്ജക്ട്. അതെ. ഇഷ്ടംപോലെ സബ്ജക്ട് ചർച്ച ചെയ്യണ്ട്. അതെ. ഒരു വീഡിയോ അല്ല, പക്ഷേ ഒരായിരം ഇതിനൊന്നും ആർക്കും സമയമില്ല എന്നുള്ളതാണ്. സമയം ഉണ്ടായിക്കോളൂ. സമയം ഉണ്ടാവും. ശ്രമിച്ചാലുണ്ടാവും. ഈ മാർച്ച് ഏപ്രിൽ വരാൻ കിടക്കുക. ആ സാർ ചിന്തിച്ചോ, ഇപ്പൊ ഫെബ്രുവരി 28, 29 ആ 26 7, 28, 28 29 ഉം. 28 ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. ആ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ തന്നെ മാർച്ചും പോട്ടെ, ആ മാർച്ച് നമുക്ക് ഫ്രീ ആക്കാം. ആ ഏപ്രിൽ മീനമാസം. ഏപ്രിൽ മെയ് മീനമാസം കിടക്കുക. നല്ല ചൂട്, നല്ല ചൂട്, വെള്ളമില്ലാതെ വലയും. വെള്ളമില്ലാതെ നമുക്കെല്ലാം പ്രശ്നം. അതെ. കണ്ണില്ലാണ്ട് ജീവിക്കാൻ പറ്റും, ഇല്ല. മൂക്കില്ലാതെ ജീവിക്കാൻ ഇല്ല. പറ്റും, വായില്ലാതെ, ഇല്ല. ചെവിയില്ലാതെ, ഇല്ല. എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടില്ല എങ്കിൽ നമ്മൾ അതെ 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 ഞാൻ കംപ്ലീറ്റ് ആക്കുന്നില്ല. ഓക്കെ.